ബന്ധവും ഉത്തരവാദിത്വവും പൗരബോധവും ഇല്ലാതെ സമൂഹം സുസ്ഥിരമാകുന്നു. ഇതാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം. നമുക്കൊന്ന് പരിശോധിക്കാം. സസ്റ്റൈനബിൾ സൊസൈറ്റി നീഡ്സ് സ്ട്രോങ് റിലേഷൻഷിപ്സ്, വാല്യൂസ്, റെസ്പോൺസിബിലിറ്റി ആൻഡ് സിവിക് സെൻസ്. സുസ്ഥിര ജീവനം സാമൂഹ്യ ജീവിതത്തിൽ. സാമൂഹ്യ സുസ്ഥിരതയ്ക്ക് ആവശ്യമായ അടിസ്ഥാന മൂല്യങ്ങൾ എന്തൊക്കെയാണ്? വ്യക്തി, കുടുംബം, സമൂഹം എന്നിവ തമ്മിലുള്ള ബന്ധം സുസ്ഥിരമായി എങ്ങനെ നിലനിർത്താം? പുറത്തുള്ള സംവിധാനങ്ങളെ ആശ്രയിക്കാതെ പൗരബോധത്തോടെ സ്വയം നിലനിൽക്കുന്ന സമൂഹം എങ്ങനെ രൂപപ്പെടുത്താം? ഇതാണ് ഇന്നത്തെ ചിന്താവിഷയം. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. ഈ കഴിഞ്ഞ ദിവസം സുസ്ഥിരതയുടെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകണമെങ്കിൽ, സുസ്ഥിര ജീവനത്തിലേക്ക് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ ആ സുസ്ഥിരതയ്ക്ക് വ്യക്തി ജീവിതത്തിൽ നിന്നുമാണ് തുടക്കമിടേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോ സുസ്ഥിരത സാമൂഹ്യ ജീവനത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ ആദ്യം പരിശോധിക്കുന്ന സാമൂഹ്യ സുസ്ഥിരതയ്ക്ക് ആവശ്യമായ അടിസ്ഥാന മൂല്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. നമുക്ക് മനസ്സിലായിട്ടുണ്ട്, സുസ്ഥിര ജീവനം എന്നുള്ളത് വ്യക്തിയിലാണ് ആരംഭിക്കുന്നത്, അത് കുടുംബത്തിലൂടെ വികസിക്കുന്നു, സമൂഹത്തിൽ പൂർത്തീകരിക്കുന്നു. അപ്പോ ഇവിടെ സമൂഹം എന്ന് പറയുന്ന ഒന്നിനെ നമ്മൾ ഇക്കോ സെൻട്രിക് ആയിട്ട് മനസ്സിലാക്കുന്ന സമയത്ത് മനുഷ്യകേന്ദ്രിതമായിട്ടുള്ള ഒരു സമൂഹമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. മനുഷ്യർ അതിൽ എലമെന്റ് ആണ്, പ്രൈമറി എലമെന്റ് ആണ്. മനുഷ്യനിൽ നിന്ന് നോക്കുമ്പോൾ മനുഷ്യൻ പ്രൈമറി എലമെന്റ് ആണ്. മറ്റ് ജീവജാലങ്ങൾ, സസ്യജാലങ്ങൾ, അചരങ്ങളായിട്ടുള്ള പ്രകൃതി വിഭവങ്ങളോ പ്രകൃതിയുടെ ഘടകങ്ങളോ ഒക്കെ അവയും ചേർന്നതാണ് ഈ സമൂഹം എന്ന് പറയുന്നത്. ആ വിധത്തിൽ അത് ബോധ്യപ്പെട്ടാലേ പാരിസ്ഥിതികമായി, പ്രാകൃതികമായി നമ്മുടെ സുസ്ഥിതി എന്നുള്ളത് സാധ്യമാവുകയുള്ളൂ. അപ്പൊ അവിടെയാണ്, സമൂഹത്തിലാണ് ഈ സുസ്ഥിര ജീവനം പൂർത്തിയാകുന്ന പറയുമ്പോൾ മനുഷ്യ സമൂഹത്തിൽ എന്നല്ല ധരിക്കേണ്ടത്, അത് പ്രാകൃതിക സമൂഹം എന്നുള്ളതാണ്. ഡിപിക്കോളജി പ്രകാരം മനുഷ്യൻ സമൂഹത്തിന്റെ ഭാഗം മാത്രമല്ല, ഈ സമൂഹത്തിന്റെ ഭാഗം മാത്രമല്ല, പ്രകൃതിയുടെ സമഗ്ര ഘടകമാണ്. പ്രകൃതി എന്നുള്ള മഹാജാലികയുടെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കണ്ണിയാണ്, ഒരു കണ്ണി മാത്രമാണ് എന്നുള്ളത് കൂടെ മനസ്സിലാക്കുക. ആ കണ്ണിയാണ് എന്ന ബോധ്യം, ഈ പ്രാകൃതികമായ ഈ ജാലികയുടെ ഒരു ഭാഗമാണ് എന്നുള്ള ബോധം അവിടെയുള്ള ഓരോരുത്തരിലും ഉണ്ടാകണം. പട്ടിക്കും പൂച്ചയ്ക്കും സസ്യത്തിനുമൊക്കെ പ്രകൃതിയുടെ നിയമങ്ങൾ മാത്രം പാലിച്ചു പോകുന്നത് കൊണ്ട് ഈ ബോധം ആലോചിച്ചുണ്ടാക്കേണ്ട കാര്യമില്ല, പഠിച്ചുണ്ടാക്കേണ്ട കാര്യമില്ല. അത് അവരിലെ ലീനമാണ്, എംബെഡഡ് ആണ്. മനുഷ്യനിൽ അങ്ങനെയല്ല. അവന്റെ ചിന്ത പല വഴിക്കും പോകും, അവൻ പലതും വിഭാവനം ചെയ്യും. അതുകൊണ്ട് തന്നെ അവന് അത്തരം ഒരു ബോധം കൊണ്ടു നടക്കേണ്ട കാര്യമുണ്ട്. ഈ അത്തരം ബോധത്തെയാണ് പൗരബോധം എന്ന് പറയുന്നത്. നമ്മൾ പറയുന്ന രാഷ്ട്രം എന്ന് പറയുന്നതില് ഈ പൗരന്മാർ, വോട്ട് ഇടുന്നവർ മാത്രമല്ല പൗരന്മാരല്ലേ, സസ്യജാലങ്ങളും സൂക്ഷ്മജീവികളും ഒക്കെ പൗരന്മാരാണ്. അങ്ങനെ വരുമ്പോൾ ആ പൗരന്മാർക്കൊക്കെ, ആ ജീവജാലങ്ങൾക്കെല്ലാം തന്നെ ആ ബോധമുണ്ട്, അവരവരാണെന്നുള്ള ബോധമുണ്ട്. നമുക്കാണ് അതില്ലാത്തത്. അപ്പൊ നമ്മൾ ആ ബോധം സ്വാംശീകരിക്കേണ്ടതുണ്ട്, നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. അപ്പൊ അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഈ വ്യക്തിബോധമില്ലാതെ പൗരബോധമുള്ള ഒരു സമൂഹം ഉണ്ടാവുമോ? ഇല്ല. വ്യക്തിക്ക് ആ ബോധം ഉണ്ടാവണം. ഇപ്പൊ വ്യക്തിക്ക് നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ, കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ച പോലെ, വ്യക്തിയുടെ ബോധപരമായ ഒരു മാറ്റം വേണം. താൻ ആരാണ്, തന്റെ പൊസിഷൻ എന്താണ്, പ്രകൃതി എന്നുള്ള സംവിധാനത്തില് തന്റെ നില എന്താണെന്നുള്ളത് നമ്മൾ ബോധ്യപ്പെടേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, പട്ടിക്കും പൂച്ചയ്ക്കും സൂക്ഷ്മജീവികൾക്കും ഇത് പഠിക്കേണ്ട കാര്യമില്ല, അവരിൽ അത് എംബെഡഡ് ആണ്. മനുഷ്യൻ ചിന്തകൾ കൊണ്ട്, വിചാരങ്ങൾ കൊണ്ട്, ഭാവനകൾ കൊണ്ട്, വിദ്യ കൊണ്ട് ഒക്കെ അതിൽ നിന്നും ഡീവിയേറ്റ് ചെയ്ത് പോയത് കൊണ്ട് അവനത് കൃത്യമായി ബോധ്യപ്പെടേണ്ടതുണ്ട്. അപ്പൊ ആ ബോധപരമായിട്ടുള്ള മാറ്റം ഉണ്ടാകേണ്ടതുണ്ട്. ആ ബോധപരമായ മാറ്റമാണ് അവന് അവന്റെ ജീവിതത്തോട്, അവന്റെ ശരീരത്തോട്, അവന്റെ പരിസരത്തോട്, അവന്റെ റെസ്പോൺസിബിലിറ്റികളോട്
ഒരു ഒരു ഓപ്പണിംഗ് ഉണ്ടാകേണ്ടത്. അവിടെയാണ് വ്യക്തിയുടെ ഉത്തരവാദിത്തം ഉണ്ടാകുന്നത്. വ്യക്തിയുടെ ഉത്തരവാദിത്തമാണ് പിന്നെ സാമൂഹ്യ ഉത്തരവാദിത്തമായിട്ട് മാറുന്നത്. വ്യക്തിയുടെ ഉത്തരവാദിത്തം കുടുംബത്തിന്റെ ഉത്തരവാദിത്തമാകുന്നു, കുടുംബത്തിന്റെ ഉത്തരവാദിത്തം സാമൂഹ്യ ഉത്തരവാദിത്തമാകുന്നു എന്നുള്ളത്. അപ്പോ ഈ വ്യക്തിയുടെ ജീവിതമുണ്ടല്ലോ, വ്യക്തി എങ്ങനെ ജീവിക്കുന്നു, അവന്റെ ബോധ്യത്തിനനുസരിച്ചാണ് ജീവിക്കുന്നത്. അവന്റെ കുടുംബത്തിന്റെ പശ്ചാത്തലത്തിനനുസരിച്ച് ആണ് ജീവിക്കുന്നത്. അതാണ് വ്യക്തി ജീവിതം എന്ന് പറയുന്നത്. ഈ വ്യക്തികളുടെ ജീവിതമാണ് സമൂഹത്തിന്റെ സ്വഭാവമായിട്ട് മാറുക. വ്യക്തി എങ്ങനെ ജീവിക്കുന്നു അത് സമൂഹത്തിന്റെ സ്വഭാവമായിട്ട് മാറും. ഇപ്പൊ ഉദാഹരണത്തിന് വ്യക്തിയുടെ ശുചിത്വം സമൂഹത്തിന്റെ ശുചിത്വമാണ്. ഞാൻ എനിക്ക് ഉപകാരം കഴിഞ്ഞ ഒരു വസ്തു ഞാൻ എവിടെ നിൽക്കുന്നിടത്ത് വലിച്ചെറിയുക എന്നുള്ളതിന് പകരം ഞാൻ അതിനെ കൃത്യമായ രീതിയിൽ ഡിസ്പോസ് ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവന്നു എന്നിരിക്കട്ടെ. അത് വൃത്തിയായിട്ട് ആ വഴി പോകും. അപ്പോ നമ്മുടെ ശരീരത്തിലെ മലം, ആവശ്യം കഴിഞ്ഞ് വെളിയിൽ പോകേണ്ട സാധനമാണ് മലം പോകാൻ ഒരു ട്രാക്ക് ഉണ്ട്. ആ ട്രാക്ക് വഴി അത് പോകുന്ന സമയത്ത് ശുദ്ധിയാണ്, ശരീരത്തിലെ പ്രശ്നങ്ങളൊന്നുമില്ല. ആ സാധനം വായിക്കൂടെ വന്നാലോ ബുദ്ധിമുട്ടല്ലേ? ഇതുപോലെ നമുക്ക് പാഴെന്ന് തോന്നുന്ന കാര്യങ്ങളെ നമ്മൾ ആ പാഴ് വസ്തുക്കളിലേക്ക് കടത്തിവിടേണ്ടത്, പാഴ് വസ്തുക്കളാക്കി കൊണ്ടുപോകേണ്ടുന്ന ഒരു ധാരയിലേക്കാണ് കടത്തിവിടേണ്ടത്. ഇത് നമുക്കുണ്ടാവുന്ന ഒരു പ്രൈമറി സെൻസ് ആണ്, പാഴ് വസ്തുക്കൾ വേണ്ടെടുത്ത് പ്ലേസ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോ സംസാരിക്കുന്നു, എനിക്ക് സംസാരിക്കാനുള്ള അവകാശമുണ്ട്. എനിക്ക് എവിടെയും പോയി എന്തും പറയാം എന്നുള്ളതല്ല. എനിക്ക് സംസാരിക്കാൻ ശേഷിയുണ്ട്, സംസാരിക്കേണ്ടതുണ്ട്. അപ്പൊ പറയേണ്ടടുത്ത് പറയേണ്ട പോലെ പറയുക എന്നുള്ളത് അത് വ്യക്തിയുടെ സ്വഭാവമാണ്. ഈ വ്യക്തിയുടെ സ്വഭാവമാണ് സമൂഹത്തിന്റെ സംസ്കാരമായിട്ട് മാറുന്നത്. എന്തും എവിടെയും പറയുന്ന കലപില കൂട്ടുന്ന ഒരു സംസ്കാരത്തിന് പകരം ശാന്തമായി പോകുന്ന ഒരു സാമൂഹ്യ സംസ്കാരം നമുക്ക് കാണാൻ പറ്റുന്നത്. അവിടുത്തെ വ്യക്തികൾ അതിനനുസരിച്ച് ട്രെയിൻഡ് ആണെന്നുള്ളത്. അത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, വ്യക്തി ജീവിതത്തിൽ എന്താണോ അതോ സമൂഹത്തിന്റെ സ്വഭാവമായിട്ട് മാറുന്നത്. ഇപ്പൊ കുടുംബത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ വ്യക്തി ഉണ്ടായി വരുന്നത് എന്നുള്ളതാണ്. അപ്പോ നമ്മുടെ ആദ്യ ചോദ്യം ഇതാണ്: ബന്ധങ്ങളും മൂല്യങ്ങളും ഇല്ലാതെ പൗരബോധമുള്ള സമൂഹം നിലനിൽക്കുമോ എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് ചോദിച്ചത്. അപ്പോ ബന്ധങ്ങൾ, മൂല്യങ്ങൾ, ഈ വ്യക്തിബോധം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചല്ലോ. അപ്പൊ ഇതിൽ ഏറ്റവും ആദ്യം നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു ഇന്നലെ? അന്യോന്യതയാണ്, പാരസ്പര്യം എന്നുള്ളത്. കുടുംബത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ ആ വ്യക്തികൾ തമ്മിലുള്ള അന്യോന്യത എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ പറഞ്ഞു, ഞാൻ മാത്രം, എന്റെ ചിന്തകൾ മാത്രം, എന്റെ കാഴ്ചകൾ മാത്രം, എന്റെ കാഴ്ചപ്പാടുകളും എന്റെ സൗകര്യങ്ങളും മാത്രം എന്ന് പറയുന്ന ഒരവസ്ഥയ്ക്ക് പകരം ഞാൻ എന്നുള്ളത് ഒരു ജാലികയുടെ ഭാഗമായി നിൽക്കുന്ന ഒരവസ്ഥയാണെന്ന് മനസ്സിലാക്കി ആ പാരസ്പര്യത്തിലായിരിക്കുക എന്നുള്ളതാണ്. ആ പാരസ്പര്യത്തിലായിരിക്കുന്ന സമയത്ത് എന്നെപ്പോലെ തന്നെ മറ്റുള്ളവരും അതുപോലെ ആകുമ്പോൾ മാത്രമേ എനിക്ക് അങ്ങനെ നിൽക്കാൻ കഴിയുള്ളൂ. അപ്പൊ എനിക്ക് അവയുടെ മുകളിലുള്ള ട്രസ്റ്റ്, സാമൂഹ്യ വിശ്വാസം ഉണ്ടാവണം. എങ്കിലേ എനിക്ക് ഈ അന്യോന്യത പുലർത്താൻ കഴിയുള്ളൂ. മാത്രമല്ല, അന്യോന്യത ഉണ്ടാവുന്ന സമയത്ത് സമൂഹത്തിലെ ഘടകങ്ങൾക്കെല്ലാം ഉള്ള മൂല്യങ്ങളുണ്ടല്ലോ. സമൂഹത്തിലെ എനിക്കുള്ള മൂല്യങ്ങൾ പോലെ മറ്റുള്ളവയ്ക്കും മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങൾ എല്ലാം കൂടെ ചേർത്തുള്ള കൂട്ടായ മൂല്യങ്ങൾ ഉണ്ടാവണം. ഷെയർഡ് വാല്യൂസ് ഉണ്ടാവണം. ഷെയർഡ് ആയിട്ടുള്ള ധർമ്മം ഉണ്ടാവണം. നമ്മൾ എല്ലാവരും കൂടെ ഒരു കാര്യം ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്ക് പോകണം. അപ്പോൾ ഒരാൾ വഴിയിൽ കൂടെ പോകുന്ന സമയത്ത് കുറുക്കെ ഒരു സാധനം കിടക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടു നിൽക്കുന്ന ഒരാൾ അത് മാറ്റിക്കൊടുക്കുക. അപ്പോ ഇതിനെ നമ്മൾ ഇംപ്രവൈസേഷൻ എന്നാണ് പറയാം. നമ്മളൊരു കാര്യം ചെയ്തു പോകുന്ന സമയത്ത്, ഒരാൾ ചെയ്തു പോകുന്ന സമയത്ത് അതിന്റെ തുടർച്ചയായി അതിന് ഫേവറബിൾ ആയിട്ടുള്ള മറ്റൊരാൾ അത് ചെയ്യുന്ന സമയത്താണ് കൂട്ടായ ധർമ്മം. നമ്മുടെ കൈ കൊണ്ട് ഭക്ഷണം എടുത്ത് വായിലേക്ക് പോകുമ്പോൾ വായ തുറക്കുന്നത് കൊണ്ടാണ് ഭക്ഷണത്തെ വായിലേക്ക് ഇടാൻ പറ്റുന്നത്, അല്ലെ? അപ്പോ കൈയും വായും സിൻക്രണൈസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ് സംഭവിക്കുന്നത്. ഇതാണ് കൂട്ടായ ധർമ്മം എന്ന് പറയുക. ഇടങ്കാല പുറകോട്ട് പോകുമ്പോൾ വലങ്കാലം മുൻപോട്ടും, വലങ്കാല പുറകോട്ട് പോകുമ്പോൾ ഇടങ്കാലം മുന്നോട്ടും പോകുന്ന സമയത്താണ് നടത്തം നടക്കുന്നത്. ഇതാണ് കൂട്ടായ ധർമ്മം. ഈ കൂട്ടായ ധർമ്മത്തിൽ ഇതെല്ലാം കൂടെ ഒരുമിച്ച് മുൻപോട്ട് ഒരു പ്രത്യേക ഇടത്തേക്ക് പോകുന്നതിനാണ് കൂട്ടായ ലക്ഷ്യം എന്ന് പറയുക. അങ്ങനെയുള്ളിടത്താണ് ഒരു സിസ്റ്റം കൃത്യമായിട്ട് പ്രവർത്തിക്കുക, എന്റെ ശരീരം കൃത്യമായിട്ട് പ്രവർത്തിക്കുക, കുടുംബം കൃത്യമായിട്ട് പ്രവർത്തിക്കുക. അപ്പൊ സമൂഹത്തിൽ ഓരോരുത്തരും ഓരോ വഴിക്ക് പോയാൽ, ഓരോ ധർമ്മം, ഓരോ മൂല്യം, ഓരോ വിശ്വാസം, ഓരോ ലക്ഷ്യമാണെങ്കിൽ ഈ സമൂഹം എങ്ങനെയാണ് ഒരു വഴിക്ക് പോവുക? അവിടെയാണ് സത്യത്തിൽ ഈ സംസ്കാരങ്ങൾ പിന്നീട് പരിവർത്തിച്ചുണ്ടായ മതങ്ങളുടെയും ഒക്കെ ഉദ്ദേശ്യം. എല്ലാത്തിനെയും ഒരു ക്രമത്തിലേക്ക് കൊണ്ടുവരിക. അങ്ങ് ഒരു ക്രമത്തിലല്ല, ചിതറിയ മുടി പോലെ, ഇങ്ങനെ മുള്ളമ്പന്നിയുടെ മുടിയൊക്കെ നിൽക്കുന്ന പോലെ പല വിധത്തിലാണ് മനുഷ്യർ. വൈവിധ്യമുണ്ട് ഇവിടെ. അത് കാട്ടിലായിരിക്കുന്ന സമയത്ത് ഇവയെല്ലാം തമ്മിലുള്ള ഒരു സിംബയോസിസ്, എല്ലാം തമ്മിലുള്ള ഒരു ചേർച്ചയുണ്ട്. പക്ഷെ മനുഷ്യരുടെ കാര്യത്തിലാകുമ്പോൾ അഹം അവനെ ഭരിക്കുന്നുണ്ട്.
എനിക്കിതറിയാം, എന്റെ കാഴ്ച, എന്റെ തോന്നൽ എന്നുള്ള ഒന്ന് ഇതിനെ വേർതിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മുള്ളംപന്നിയുടെ മുടി നിൽക്കുന്ന പോലെ പലതായിട്ട് തന്നെ നിൽക്കും, ഏകീഭാവം ഉണ്ടാവില്ല. അതിനെ ആക്കാൻ വേണ്ടിയാണ് പ്രാചീന ആചാര്യന്മാര് സംസ്കാരങ്ങളെ രൂപപ്പെടുത്തിയത്. ആ സംസ്കാരങ്ങൾ പരിവർത്തിച്ചിട്ടാണ് പ്രാചീന മതങ്ങൾ ഉണ്ടായത്. പിന്നെ അതിനെ കച്ചവടം ചെയ്തപ്പോഴാണ് ഇപ്പോഴത്തെ വ്യവസ്ഥാപിത മതങ്ങൾ ഉണ്ടായത്. അത് പോട്ടെ. പക്ഷെ പ്രാചീന മതങ്ങളുടെ ആ മതങ്ങൾ, സംസ്കാരങ്ങൾ എന്ന് പറയുമ്പോൾ ഭാരത സംസ്കാരം എന്ന് പറയുന്നത്, ഇവിടെ മതത്തിൽ വിശ്വസിക്കുന്നവനാണെങ്കിലും അല്ലെങ്കിലും നമ്മുടെ നാടിനൊരു സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിനനുസരിച്ച് നമ്മൾ പോകുന്നത് നമ്മളൊരു പൊതു ചിട്ടയിലാകാൻ വേണ്ടിയിട്ടാണ്. ആ പൊതു ചിട്ടയിലാകാനുള്ള ഒരു ബോധം എനിക്കുണ്ടാവണം, പൊതു ഇടത്തോടുള്ള ഒരു ബോധം എനിക്കുണ്ടാവണം, പൊതു ധർമ്മത്തോടുള്ള ഒരു ബോധം എനിക്കുണ്ടാവണം, പൊതു ലക്ഷ്യത്തോടുള്ള ഒരു ബോധം ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ഒരു ബോധം എന്നിലുണ്ടാകുമ്പോഴാണ് അത് പൗരബോധമായിട്ട് മാറുക, അല്ലെ? കാരണം ഞാൻ മാത്രമല്ല, എനിക്ക് ചുറ്റും ആളുകളുണ്ടെന്നും അവർക്ക് മൂല്യങ്ങളുണ്ടെന്നും അവർക്കും ധർമ്മങ്ങളുണ്ടെന്നും അവർക്കും ലക്ഷ്യങ്ങളുണ്ടെന്നും ഇവയെല്ലാം എന്നോട് ഇണഞ്ഞാണ് നിൽക്കുന്നത്, എന്നോട് ഇടഞ്ഞല്ല ഇണങ്ങിയാണ് നിൽക്കുന്നത് എന്നും ഉള്ള ബോധമാണ് നമ്മുടെ പൗരബോധം. അപ്പൊ ഞാൻ ചെയ്യുന്ന ഒരു കാര്യവും മറ്റൊരാൾക്കും നോവാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കുക. നമ്മളെ ബന്ധുത്വ പഠനം പ്രാക്ടീസ് ചെയ്യുന്ന അതിനു വേണ്ടിയിട്ടാണ്. ഞാൻ ചെയ്യുന്ന ഓരോ ചുവടും, ഞാൻ ചെയ്യുന്ന ഓരോ പ്രക്രിയയും മറ്റൊരാൾക്കും നോവാതിരിക്കാൻ, ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത്ര മതിയോ? പോരാ. ഞാൻ ചെയ്യുന്നത് ഓരോന്നും മറ്റുള്ളവർക്ക് ഫേവറബിൾ ആകുന്ന രീതിയിലാക്കി തീർക്കാൻ ശ്രദ്ധിക്കുമ്പോഴാണ് ഞാൻ അന്യോന്യതയുടെ ഭാഗമാവുക. അപ്പോ പൊതു ഇടങ്ങളോട്, പൊതുവായ സംവിധാനങ്ങളോട്, പൊതുവായ നിയമങ്ങളോടുള്ള ഉത്തരവാദിത്ത ബോധം എന്നുള്ളത് നമ്മൾ പാലിക്കേണ്ട, സിവിക് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ പാലിക്കേണ്ടതുണ്ട്. അവിടെയാണ് ബന്ധങ്ങളും മൂല്യങ്ങളും ഇല്ലാതെ ഈ ഇങ്ങനെ ഒരു സൊസൈറ്റി നിലനിൽക്കില്ല എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളിവിടെ നമ്മുടെ ഗേറ്റ് കടന്ന് വെളിയിലേക്ക് ഒരു വാഹനം പോകുന്നുണ്ടെങ്കിൽ, ഒരു 2 വീലർ പോകുന്നുണ്ടെങ്കിൽ അതിലിരിക്കുന്നവർ ഹെൽമെറ്റ് ധരിച്ചിരിക്കണം എന്ന് നമ്മളിവിടെ നിഷ്കർഷ വെച്ചിട്ടുണ്ട്. കാരണം അത് നാടിന്റെ നിയമമാണ്, നമ്മുടെ സെക്യൂരിറ്റിയാണ്, നാടിന്റെ നിയമമാണ്. ആ നിയമം നമ്മൾ പാലിക്കേണ്ടതാണ്. അതേസമയം നമ്മളിപ്പോ വെളിയിൽ പോകുന്നവരെല്ലാവരും മാസ്ക് വെച്ചിട്ട് പോകണമെന്ന് പറയുന്നു. നാടിന്റെ നിയമമാണ്, ആ നിയമം ഉണ്ടാക്കിയതിനകത്തൊരു അപാകമുണ്ട്. ഇത് നമുക്ക് കൃത്യമായിട്ട് വിശകലനം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമുക്ക് കൃത്യമായിട്ട് അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട്, കാരണം ശുദ്ധവായുവിനെ തടഞ്ഞു നിർത്തുന്ന, പ്രാണനെ തടഞ്ഞു നിർത്തുന്ന ഒരു അജൈവ പ്രക്രിയയാണിത്, കൃത്രിമ പ്രക്രിയയാണിത്. അത് അനുചിതമായ നിയമനിർമ്മാണത്താൽ വന്നതാണ്. അതിനാണെങ്കിൽ ഇവര് അടിച്ചേൽപ്പിക്കുന്ന നിയമമാണെങ്കിൽ പോലും അതിനൊരു തെളിവ് പോലുമില്ല. അതുകൊണ്ട് നമ്മൾ അതിനെ നിഷേധിക്കും. പക്ഷെ സാധാരണ രീതിയിൽ അങ്ങനെ നിഷേധിക്കപ്പെടാത്തവയാണ് നിയമങ്ങൾ. ആ നിയമങ്ങൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ഇത് പൗരബോധത്തിന്റെ ഭാഗമാണ്. അപ്പോ മനസ്സിലാക്കുക, പൗരബോധമുള്ള ഒരു സമൂഹം നമുക്ക് നിലനിൽക്കേണ്ടതുണ്ട് എന്നുള്ളത്. ഇനി അടുത്ത ചോദ്യമായിട്ട് വരുന്നത്, പങ്കാളിത്തവും പൗരബോധവും ഇല്ലാതെ ഒരു സമൂഹം സുസ്ഥിരമാകുമോ എന്നുള്ളതാണ്. സുസ്ഥിരതയാണ് നമ്മുടെ വിഷയം. അപ്പൊ സുസ്ഥിരമാകണമെങ്കിൽ മ്യൂച്വാലിറ്റി ഉണ്ടാവണം, ഇൻവോൾവ്മെന്റ് ഉണ്ടാവണം, അതുപോലെ തന്നെ സിവിക് സെൻസ് ഉണ്ടാവണം. ഇതില്ലാതെ സമൂഹം സുസ്ഥിരമാകുമോ? ശരിക്കും സമൂഹം സുസ്ഥിരമാകണമെങ്കിൽ പങ്കാളിത്തത്തോടു കൂടി ചേർന്നിട്ടുള്ള സാമൂഹ്യ ചലനം ഉണ്ടാവണം, അല്ലെ? സമൂഹം ചലിക്കുന്നു, ഓരോരുത്തരും ഓരോ വഴിക്ക് ചലിക്കുന്നു. നമ്മളിപ്പോ വെളിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നതാണ്, ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിന് ചലിക്കുന്നു. ഇവയെല്ലാത്തിനെയും കോർത്തിണക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ, അത് കൺസ്യൂമറിസമാണ്, മാർക്കറ്റ് ഇക്കോണമിയാണ്. ഈ സാധനം കൺട്രോൾ ചെയ്യുന്നു, ഈ സാധനത്തെ കൺട്രോൾ ചെയ്യുന്ന ഇവരാരെങ്കിലും ആണോ? അല്ല, അത് വെളിയിൽ നിന്നുള്ള ഒരു ബ്രെയിൻ, മാസ്റ്റർ ബ്രെയിൻ ആണ് അതിനെ കൈകാര്യം ചെയ്യുന്നത്. ആ ബ്രെയിൻ അതിനെ കൈകാര്യം ചെയ്യുന്നു, അതിനനുസരിച്ച് ഇവരെല്ലാം ലിങ്ക്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അതല്ലാതെ പ്രാദേശികമായ ദൗത്യങ്ങൾ, പ്രാദേശികമായ ധർമ്മങ്ങൾ, മൂല്യങ്ങൾ, ഇതിലെന്താണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? മാർക്കറ്റ് ഇക്കോണമി കൺട്രോൾ ചെയ്യുന്ന കൺസ്യൂമറിസം, ആ കൺസ്യൂമറിസം നമ്മളെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്നും വിടുതൽ വാങ്ങി പ്രാദേശികമായ നിലനിൽപ്പിന്റെ ആവശ്യങ്ങളെയാണ് നമ്മൾ പരിഹരിക്കുന്നത്. അവിടെയാണ് നമ്മൾ പങ്കാളിത്തത്തിന്റെ സാമൂഹ്യ ചലനം ഉണ്ടാക്കണം എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ ഇവിടെ പറഞ്ഞു വരുന്നത് ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള ഇക്കോ വില്ലേജ് പോലുള്ള അല്ലെങ്കിൽ പ്രാദേശിക സമൂഹങ്ങൾ, ഒരു ദേശം, അതൊരു കമ്മ്യൂണിറ്റിയാണ്. ഒരു തെരുവ്, അതിനകത്ത് റെസിഡൻഷ്യൽ അസോസിയേഷൻ എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെയാണല്ലോ നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തു പറഞ്ഞു, നമ്മൾ അതല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു കൂട്ടത്തിൽ ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ആളുകൾ എല്ലാവരും കൂടെ ജീവിക്കുന്നു. അവിടെ പൊതുവായത് എന്താണ്? അവിടെ പൊതുവായ ബോഡി, ആ ബോഡി അവയുടെ കൂട്ടായ തീരുമാനം ഉണ്ടാവും. ആ കൂട്ടായ തീരുമാനം നടപ്പിലാക്കണം. നമ്മുടെ നാട്ടിൽ പലരും ഉണ്ട്, വിമതർ, മറ്റേ പുരോഗമനവാദികൾ എന്ന് പറയുന്നവര് ആ പ്രദേശത്തെ കമ്മ്യൂണിറ്റി പറയുന്ന തീരുമാനങ്ങളിൽ ഒതുങ്ങി നിൽക്കില്ല.
അതിൽ ഇടപെടുകയുമില്ല. അതിൽ മാറി നിൽക്കും, ഞാൻ വ്യത്യസ്തനാണ് എന്ന് കാണിക്കാനായിട്ട്. അതുണ്ടാക്കുന്ന പുലിവാൽ എന്ന് പറയുന്നത് ഇതാണ്, സാമൂഹ്യ ഘടനയുടെ അസുരക്ഷിതത്വം നഷ്ടമാകും. അപ്പോ കൂട്ടായ ചലനമുണ്ടാവണം, കൂട്ടായ തീരുമാനമുണ്ടാവണം. അതായത് പൊതുലക്ഷ്യത്തിലേക്കും പൊതുമൂല്യത്തിലേക്കും എത്താൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ അവിടെ ഉള്ള പ്രാദേശികമായിട്ടുള്ള വിഭവങ്ങൾ, സാമൂഹ്യമായിട്ടുള്ളതാണല്ലോ വിഭവങ്ങൾ എന്ന് പറയുന്നത്. ആ വിഭവങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുക. എനിക്കുള്ളത് നിനക്കും, നിനക്കുള്ളത് എനിക്കും കൊടുക്കാൻ പാകത്തിലുള്ള പങ്കുവെപ്പ്. നമ്മൾ ഇക്കോ വില്ലേജിൽ അത് വളരെ ഭംഗിയായി നടക്കും. നിലവിലുള്ള സമൂഹത്തിൽ അത് അതേപോലെ നടക്കണമെന്നില്ല. പക്ഷെ പങ്കജാക്ഷ ഗ്രൂപ്പിനെ പോലുള്ള മഹത് വ്യക്തികൾ തറക്കൂട്ടത്തെക്കുറിച്ചും ഗ്രാമസ്വരാജിനെ കുറിച്ചും പഠിപ്പിച്ച് നടന്ന സമയത്ത് അവിടുത്തെ ഗ്രാമങ്ങളിൽ നടപ്പിലായതാണ്. അത് കണ്ട് അനുകരിച്ച് ഞങ്ങൾ ഇവിടെ ഗ്രാമങ്ങളിൽ ഇത് നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോ തമ്മിൽ തല്ലിയിരുന്ന ആളുകൾ വിഭവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും വാങ്ങിയ സ്നേഹത്തോടെ ആയിത്തീർന്ന ചരിത്രം നമുക്കുണ്ട്. അപ്പൊ ഇത് സാധ്യമാണ്, വിഭവങ്ങളുടെ പങ്കുവെപ്പ് സാധ്യമാണ്. അതിലൂടെ പോകുന്ന സമയത്ത് പ്രാദേശികമായ ഒരു സമ്പദ് വ്യവസ്ഥ ഇവിടെ ഉണ്ടായി വരും. നമ്മളൊരു എക്കോണമി എന്ന് പറയുന്ന ഒരു കറൻസി സിസ്റ്റം ഉണ്ടാവണം എന്നല്ല പറയുന്നത്. വിഭവങ്ങൾ വെളിയിൽ നിന്നും കൊണ്ടുവരുന്നത് കുറയുകയും നമ്മുടെ കയ്യിലുള്ള റിസോഴ്സ് വെളിയിലേക്ക് പോകുന്നത് കുറയുകയും പ്രാദേശികമായി അത് കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായി വരും. അങ്ങനെ വരുമ്പോഴാണ് ഒരു സഹജീവന സംസ്കാരം ഉണ്ടാവുക. അങ്ങനെ ഒരു സഹജീവന സംസ്കാരം ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പൊതുവിഭവങ്ങളുടെ ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള ഉപയോഗം നമ്മുടെ കൂടെ ഉണ്ടാവും. പൊതുവായിട്ടുള്ള നമുക്ക് അവിടെ പ്രാദേശികമായിട്ടുള്ള വിഭവങ്ങൾ ഉണ്ടല്ലോ, അതിന് ഉത്തരവാദിത്വത്തോട് ഉപയോഗിക്കണം. ഉള്ളത് പങ്കിട്ട് ഉപയോഗിക്കണം, വെളിയിൽ നിന്നും കൊണ്ടുവരാതെ നിൽക്കണം. ഈ രൂപത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് പോകണം. അതിനാണ് നമ്മൾ സ്വയം പര്യാപ്തത എന്ന് പറയുന്നത്. ഇപ്പൊ പൗരബോധമില്ലാതെ സ്വയം നിലനിൽക്കുന്ന സമൂഹം സാധ്യമാണോ എന്നൊരു ചോദ്യം നമ്മൾ മുമ്പ് ചോദിച്ചു. ഈ പറഞ്ഞ സ്വയം പര്യാപ്തതയുണ്ടല്ലോ, അതായത് വെളിയിൽ നിന്ന് വിഭവങ്ങൾ കൊണ്ടുവരാതെ ഇവിടെയുള്ള വിഭവങ്ങളെ ആശ്രയിച്ചുകൊണ്ട് പരസ്പരാനന്ദമായിട്ട് ജീവിക്കുന്ന ഒരവസ്ഥ, അവിടെയാണ് ശരിക്കും ആ ഒരു സെൽഫ് റിലയന്റ് സൊസൈറ്റി എന്ന് പറയുന്നത്. അത് ചെറിയ തട്ടോ മുട്ടോ വന്നു കഴിഞ്ഞാലും ബാധിക്കാത്ത രീതിയിൽ, വെളിയിലുള്ള റിസോഴ്സസ് നിന്ന് കഴിഞ്ഞാലും ബാധിക്കാത്ത രീതിയിലുള്ള ഒരു റെസിലിയൻസ് സൊസൈറ്റി ഉണ്ടാവുക. അത്തരം ഒരു റെസിലിയൻസ് സൊസൈറ്റിയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അതിന് സാമൂഹ്യമായിട്ടുള്ള സ്വയം പര്യാപ്തത ഉണ്ടാവും. സൊസൈറ്റിക്ക് ആ പ്രദേശത്ത്, ഇപ്പൊ ഈ പ്രദേശമാണെങ്കിൽ ഈ പ്രദേശം നമ്മളിവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ച് പകുതി നടന്നു, പകുതി നടക്കാതെ പോയി. നമ്മളെന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഗ്രാമത്തില് പല വീടുകളുണ്ടല്ലോ. അപ്പൊ വീടുകളിൽ ഒരുപാട് സ്ഥലങ്ങൾ പലരുടെയും വെറുതെ കിടക്കുന്നുണ്ട്. ഈ സ്ഥലങ്ങൾ ഗ്രാമക്കൂട്ടം അങ്ങ് സ്വീകരിക്കുന്നു. എന്നിട്ട് അവിടെ ഭക്ഷ്യവിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ ഭക്ഷ്യവിഭവങ്ങൾ ഉൽപ്പാദിപ്പിച്ചു കഴിയുമ്പോൾ അതിന്റെ ഉൽപാദനം ഗ്രാമക്കൂട്ടമാണ് നടത്തുന്നത്. അപ്പോൾ എല്ലാവരും അതിലംഗങ്ങളാണ്. ഉപഭോഗം ഗ്രാമക്കൂട്ടമാണ് നടത്തുന്നത്. അപ്പോൾ ആ ഷെയറിംഗ് ആൻഡ് യൂട്ടിലൈസേഷൻ അവിടെ ഉണ്ടാവും. അപ്പോൾ പ്രാദേശികമായിട്ട് നമ്മൾ വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു, പ്രാദേശികമായിട്ട് ഉപഭോഗം ചെയ്യുന്നു. ഇപ്പൊ വെളിയിൽ നിന്നുള്ള റിസോഴ്സസിന്റെ വരവ് നമ്മൾ കുറയ്ക്കും. അത് തനിയെ കുറഞ്ഞു പോകും, അതിന്റെ ആവശ്യം വരില്ല. അപ്പോ അത് എത്ര പെർസെന്റ് കുറയ്ക്കുന്നു അത്രത്തോളം ഈ സമൂഹം സെൽഫ് റിലയന്റ് ആവുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതിലൊരു പരിധിവരെ നമുക്ക് വിജയിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഒരു കാലത്ത്, 2000-ലും 2000 ആ ഒരു കാലഘട്ടത്തിൽ. ഇപ്പോ 4 നൂറ്റാണ്ട് കഴിഞ്ഞു. ഇപ്പൊ ഒന്നും ഇവിടെ ആർക്കും മനസ്സിലാവുന്നില്ല, ആരും ചിന്തിക്കുന്നു പോലുമില്ല. കാരണം അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ ഞങ്ങൾക്ക് പറ്റാതെ പോയത് നമ്മുടെ കഴിവുകേടാണ്. ഇത് നമ്മുടെ ഈ സമൂഹത്തിൽ മാത്രം മതിയോ? തൊട്ടടുത്ത് ഇതുപോലെ സമൂഹങ്ങൾ ഉണ്ടാവണം. അവരുമായിട്ട് കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടാവണം. ഇത് പണ്ട് നമ്മൾ അയൽപക്കത്തേക്ക് മറ്റേ ചായപ്പൊടി വാങ്ങാനും പഞ്ചസാര വാങ്ങിക്കാനും പോയ മാനസികാവസ്ഥയുണ്ടല്ലോ. ഇന്നത് പാടില്ല. ഞാൻ സെൽഫ് റിലയന്റ് ആവുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കടയിൽ പോയി വാങ്ങിക്കും, സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഏതൊരു സാധനം ഉണ്ടല്ലോ അതുവഴി ഭക്ഷണം എന്നുള്ള സാധനം എന്റെ വീട്ടിലേക്ക് എത്തിക്കുന്നു എന്നുള്ള രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അങ്ങനെയല്ല, നമ്മൾ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യണം. അത്തരം ഒരു വിനിമയ വ്യവസ്ഥ നമുക്ക് ഉണ്ടാവണം. എന്തൊരു പ്രതിസന്ധി വന്നാലും അതിന് കോഓപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്ന, ഷെയർ ചെയ്ത് കൊടുത്തും വാങ്ങിയും ബാലൻസ് ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവണം. ഇത്തരത്തിലുള്ള ഒരു പൗരശേഷിയാണ് നമുക്ക് ഉണ്ടാവുന്നത്. പൗരന്മാർക്ക് പൗരബോധമുണ്ടായി, പൗരപ്രവർത്തനമുണ്ടായി, പൗരശേഷി ഉണ്ടാവണം. അപ്പോ മനസ്സിലാക്കേണ്ടത് സുസ്ഥിര ജീവനം എന്ന് പറയുന്നത് ഒരു തിയറി അല്ല. സുസ്ഥിര സമൂഹം എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ആരൊക്കെ ഉണ്ടാക്കി വെച്ചൊരു വ്യവസ്ഥയിൽ നിന്നല്ല, പരസ്പര ബന്ധത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അത് പൗരന്റെ ആ ഉത്തരവാദിത്ത ബോധത്തിൽ നിന്നുമാണ് ഉണ്ടാവുന്നത്. അവിടെയാണ് സുസ്ഥിരത സാധ്യമാവുക. അല്ലാണ്ട് അതൊരു തിയററ്റിക്കൽ എക്സ്പ്ലനേഷൻ, ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ എന്നുള്ള രീതിയിൽ കുറെ സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിന് പ്രോജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കി അതിന് ഫണ്ട് വാങ്ങിച്ചിട്ട് ആ ഫണ്ട് നിർവഹിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം ഉണ്ടല്ലോ, അതല്ല.
ഇത് പൗരന്മാരുടെ ഉള്ളിൽ വ്യക്തിയിൽ നിന്നുണ്ടായി, അത് കുടുംബത്തിലൂടെ വികസിച്ച് അത് ആ പരിസരത്തേക്ക് വികസിക്കുന്ന ഒരു സംവിധാനമാണ്. മനുഷ്യരാണ് ഇത് നടപ്പിലാക്കേണ്ടത്. മറ്റുള്ളവർ ഇതിനനുസരിച്ച് വഴങ്ങി നിന്നുള്ളൂ. മറ്റുള്ളവർ എന്ന് വെച്ചാൽ മറ്റു ജീവജാലങ്ങൾ ഇതിനനുസരിച്ച് വഴങ്ങി നിന്നോളൂ. നമ്മൾ എന്താണോ ചെയ്യുന്നതനുസരിച്ച് വഴങ്ങി നിന്നോളൂ. അപ്പൊ നമ്മൾ കൃഷി ചെയ്യുന്നു, പന്നി വരികയാണ്, അവർ വഴങ്ങും. നമ്മള് കൃഷിയിടത്തിൽ നമ്മൾ കണ്ടതാണ്. നമ്മള് ഇഷ്ടംപോലെ പന്നികളും മയിലുകളുമുള്ള കൃഷി പരിസരത്ത്, ആ വനത്തിന്റെ പ്രദേശത്ത് നമ്മൾ കൃഷി നടത്തി. ആ കൃഷിയോടുള്ള അത് പ്രത്യേകിച്ചും അത് നിർവഹിക്കാൻ അതിന് മുൻകൈ എടുത്ത ദൈവമ്മയുടെയും സൗമ്യയുടെയും ഒക്കെ മനസ്സ് അതിനോട് ചേർന്ന് ഇഴുകിയാണ് നിന്നത്. നമ്മുടെ മനസ്സ് അത്രത്തോളം ആയോന്നറിയില്ല, കാരണം നമ്മൾ കുറെ കൂടെ ആധുനികന്മാരാണ്. പക്ഷെ അവര് പച്ച കർഷകരാണ്. അവരുടെ മനസ്സിന്റെ വലുപ്പം, ആ മനസ്സിന്റെ ആ ആർദ്രത കൊണ്ട് ഇതുമായി ചേർന്ന് നിന്നത് കൊണ്ട് തന്നെ ഒരു പന്നിയും ആ പ്രദേശത്ത് വന്ന് ചവിട്ടിയില്ല, ഒരു നെൽച്ചെടി പോലും മറിച്ചിട്ടില്ല, ഒരു മയില് പോലും വന്നിട്ട് അതിൽ ഒരു കതിര് പോലും നുള്ളിക്കൊണ്ടുപോയി. ഇതെല്ലാം ചുറ്റും നടക്കുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇതൊന്നുമില്ലാതെ പ്രവർത്തിച്ചു. ഇത് അവിടുത്തെ ജീവജാലങ്ങളും മനുഷ്യരും ഒക്കെ കൂടെ ചേർന്നിട്ടുള്ള ഒരു സഹവർത്തിത്വമാണ്. ഈ സഹവർത്തിത്വം ആണ് സത്യത്തിൽ പൗരബോധം എന്നുള്ള രീതിയിൽ ഉണ്ടായി വന്നത്. മനുഷ്യന്റെ പൗരബോധമാണോ? സിവിക്സ് പഠിച്ചിട്ടാണോ അവര് ചെയ്തത്? അല്ല, അതല്ലാതെ ഉരുത്തിരിഞ്ഞു വന്നതാണ്. ഇത് നമ്മളും പ്രകൃതിയും തമ്മിലുള്ള ഒരു മാനസിക ലീനതയുടെ ഔട്ട്പുട്ടാണ്. ഇപ്പോ കൊയ്ത്ത് കഴിഞ്ഞു, അവിടെ മയിലുകൾ വയലിലിറങ്ങിയിട്ട് നെല്ലുമൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു, അവിടെ പന്നികൾ വന്ന് ബാക്കിയൊക്കെ മറിച്ചിടുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ രീതിയിലുള്ള ഒരു പൗരബോധം, പൗര ഉത്തരവാദിത്വം പ്രകൃതി തന്നെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ നിന്നും മാറി നിൽക്കുന്നത്, വഴിമാറി നിൽക്കുന്നത് മനുഷ്യനാണ്. അവൻ അതിനകത്തേക്ക് ചേർന്ന് നിന്നാൽ മതി. അപ്പോ നമുക്ക് ഒരു സമൂഹം എന്നുള്ള രീതിയിൽ ഉത്തരവാദിത്വത്തോടെ നമുക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രമാണ് സുസ്ഥിരത നടപ്പിലാക്കാൻ കഴിയുക. അതല്ലാതെ ഒരു പൗരബോധവുമില്ലാതെ ഒരു സ്ഥലത്ത് നിൽക്കുന്ന ഗണം ആയിട്ടുള്ള വ്യക്തികളുടെ ഗണം, വ്യക്തികൾ കൂട്ടമായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ, അല്ലേ, നമ്മളിപ്പോ ഗണം എന്നുള്ള പേരൊക്കെ വളരെ പ്രസിദ്ധമാണ്. ഗണമായി നിൽക്കുന്ന വെച്ചാൽ വെറും കൂട്ടാണ്. സെറ്റ് എന്നാണ് പറയുക മാത്തമാറ്റിക്സിൽ. സെറ്റ് എന്ന് പറയുന്നത് ഒരു ബസ് സ്റ്റോപ്പിൽ ബസ് കയറാൻ നിൽക്കുന്ന ആളുകൾ സെറ്റാണ്. അവർക്ക് ആകെ ഒരു ലക്ഷ്യമുള്ള ഒരു ബസ് വരുമ്പോൾ കയറി പോവുക, ഇത്രയേ ഉള്ളൂ ലക്ഷ്യം. ഇവർക്ക് പൊതുധർമ്മം എന്ന് പറയുന്നത് ഇല്ല. അവിടുത്തെ ഒരു ആക്ടിവിറ്റി മാത്രമാണ് അവർക്ക് പൊതുവായിട്ടുള്ളത്, ബാക്കി എല്ലാം അവർ വ്യത്യസ്തരാണ്. അങ്ങനെയല്ല, സെറ്റ് അല്ല വേണ്ടത്. നമുക്ക് പരസ്പര കാര്യങ്ങൾ പങ്കിടുന്ന, മൂല്യങ്ങൾ പങ്കിടുന്ന, ലക്ഷ്യങ്ങൾ പങ്കിടുന്ന, ധർമ്മങ്ങൾ പങ്കിടുന്ന, സഹചലനം പങ്കിടുന്ന, പാരസ്പര്യം പങ്കിടുന്ന ഒരു സംവിധാനമായിട്ടാണ് മനസ്സിലാകേണ്ടത്. അത്തരം ഒരു അവസ്ഥയിലാണ് സുസ്ഥിരമായ ഒരു സാമൂഹ്യ ജീവനം സാധ്യമാവുക. അപ്പൊ നമ്മൾ ഇവിടെ നടപ്പിലാക്കേണ്ടത്, നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന വ്യക്തി ജീവിതത്തിൽ നിന്നും കുടുംബജീവിതത്തിൽ നിന്നും അയൽപ്പക്ക ജീവിതത്തിലേക്കും തിരിയണം. അവിടെയൊക്കെയുള്ള റിസോഴ്സസ് നമ്മൾ കണ്ടെത്തുകയും നമ്മൾ ഷെയർ ചെയ്യുകയും പങ്കിടുകയും ചെയ്യണം. ഇതിനെക്കുറിച്ച് സംസാരിക്കണം. ഇത് ഒരു സംവിധാനമാക്കി മാറ്റാൻ ചെറിയ ശ്രമമെങ്കിലും നടത്തണം, ചെറുതായിട്ട് ആഗ്രഹിക്കുകയെങ്കിലും വേണം. അപ്പോ ആ സമയത്ത് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ എന്ന് പറയുന്ന ഒരു പദ്ധതിയായിട്ടല്ല ഈ സംഭവം മനസ്സിലാക്കുക. ഇത് പരസ്പര ബന്ധമുള്ള, റെസ്പോൺസിബിലിറ്റിയുള്ള, സിവിക് സെൻസ് ഉള്ള ഒരു എക്സ്പ്രഷൻ ആയിട്ടാണ്. അവിടെയാണ് സുസ്ഥിരത ഉണ്ടാവുക. അതുണ്ടായാൽ മാത്രമേ സുസ്ഥിരത ഉണ്ടാവുള്ളൂ. അതല്ലാതെ നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിനെ കുറിച്ചുള്ള പ്രോജക്റ്റ് നടപ്പിലാക്കിയാൽ അത് ഉണ്ടാവില്ല. അങ്ങനെയല്ല സുസ്ഥിരത ഉണ്ടാവേണ്ടത്. നമ്മുടെ ഉള്ളിൽ നിന്നും തുടങ്ങി നമ്മുടെ ചുറ്റുപാടിലെ, നമ്മുടെ കുടുംബത്തിൽ അത് വളർന്ന് നമ്മുടെ ചുറ്റുപാടിലേക്ക് പ്രസരിക്കുന്ന ഒരു സ്നേഹ സന്ദേശമായി, പാരസ്പര്യമായി, വിശ്വാസമായി, മൂല്യമായി, ധർമ്മമായി, പൊതുലക്ഷ്യമായിട്ട് മാറണം. അത്തരത്തിലുള്ളൊരു പൊതുബോധം ഇവിടെയുള്ള സിംബയോസിസിൽ ഒതുങ്ങി ജീവിക്കുന്ന സസ്യജാലങ്ങൾക്കും ജീവജാലങ്ങൾക്കും ഉണ്ട്. നമുക്കതില്ല. നമ്മൾ അതിനെ റീപ്ലേസ് ചെയ്യുക, നമ്മുടെ ഉള്ളിലുള്ള ആ അപാകത്തെ റീപ്ലേസ് ചെയ്യുക. അപ്പൊ അത് ശരിയാവും. അപ്പൊ അതിനു വേണ്ടിയുള്ളൊരു പാകം നമ്മളിൽ ഏവരിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ചിന്തിച്ചു പോവുക. നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.